കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ തുക വകയിരുത്താതെ പദ്ധതിയെ തകർക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ പറഞ്ഞു. പദ്ധതിയിലെ ഗുണഭോക്താക്കൾ മാത്രമല്ല, ബഹുജനങ്ങളെ കൂടി അണിനിരത്തി വേണം പ്രതിഷേധം നടത്താൻ. സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് കേരളത്തിലാണ്. എന്നാൽ ആവശ്യമായ ഫണ്ട് നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി അഞ്ചലിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുൻ മന്ത്രി. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലൈവ്ലിഹുഡ് അതുണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും വളർന്നു വരണം, ആഹാരം കിട്ടണം. അല്ലേ? വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ തനിയെ ജീവിക്കുമോ? ജീവിക്കണമെങ്കിൽ ഭക്ഷണം നിർബന്ധം. അപ്പൊ ഭക്ഷണം കഴിക്കാനുണ്ടാവണം നാട്ടിലെ ജനങ്ങൾക്ക്. അത് എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകുമ്പോഴേ ഡെമോക്രസി ആവൂ. ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരോട് ചോദിച്ചു, മക്കളെ, ഇന്ത്യയുടെ എല്ലാ ഗ്രാമത്തിലും നല്ല വൃത്തിയായി ജീവിക്കാൻ ഭക്ഷണം കഴിക്കാനുണ്ടോ? അപ്പൊ അവർക്ക് കുറച്ചൊക്കെ കാര്യമറിയാം. അവര് പറഞ്ഞു, ഇല്ല, നല്ല പട്ടിണിയുണ്ട്. ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെ എല്ലാം ഗ്രാമാന്തരങ്ങളിൽ അവരെല്ലാം അധ്വാനിച്ചാൽ ഇപ്പോഴും അവർക്ക് ധാന്യത്തിന്റെ ഒരു പങ്ക് കിട്ടുന്നില്ല. അവർക്ക് ജോലി ചെയ്താൽ കാശില്ല. അവർ ചിലപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കെല്ലാം കടന്നു പോകുന്നത് അവിടെ ജോലി ചെയ്ത് കൂലി കിട്ടാഞ്ഞിട്ടാണ്. നോക്കൂ, ആലുവയിൽ ഒരു വർഷം മുമ്പ്, 1-2 വർഷം ഓർമ്മയില്ല, ഇവിടെ ജോലിക്ക് വന്ന ഒരു ബീഹാറുകാരന്റെ ഒരു കുഞ്ഞിനെ ആ കൂട്ടത്തിൽ വന്ന ഒരാൾ തന്നെ വളരെ ക്രൂരമായിട്ട് പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു കൊന്നു. ക്രൂരമായ കൊലപാതകമായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം K ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ, മുൻ മന്ത്രി K രാജു, തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ S രാജേന്ദ്രൻ, സുജ ചന്ദ്രബാബു, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K ഷാജി, C അംബികകുമാരി, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലൈല ബീവി, VS സതീഷ്, G പ്രമോദ്, S സൂരജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കൈകൊട്ടുകളിയും നടന്നു. നാട്ടുവാർത്ത, അഞ്ചൽ.